MG യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്ററിലെ റിസർച്ചിങ് ദ പാസ്റ്റ് എന്നതിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 2022-ലും 2023-ലും വന്നിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണ് നമ്മൾ. ഒന്നാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നാണ് 2022 ചോദിച്ചതെങ്കിൽ 2023 ചോദിച്ചിരുന്നു എക്സ്പ്ലെയിൻ ഡിഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഡിഡക്റ്റീവ് മെത്തേഡാണ്. അതായത് ആദ്യം തിയറി ഫോർമുലേറ്റ് ചെയ്യും, എന്നിട്ട് പിന്നീട് ആ തിയറി അനുഭവാസ്പദമായിട്ടുള്ള മീൻസ് എംപിരിക്കൽ മെത്തേഡിൽ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് അത് ഉറപ്പിക്കുന്നത്. ഇനി അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ 2022 ഒന്നാമത്തെ ചോദ്യം ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ 2023 അത് ഡിഡക്റ്റീവ് മെത്തേഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ ഇത് നോക്കുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓവർവ്യൂ ഓഫ് ആർട്ടിക്കിൾസ് വൈൽ റൈറ്റിംഗ് എ സിനോപ്സിസ്. ഒരു സിനോപ്സിസ് എഴുതുമ്പോൾ ആർട്ടിക്കിൾസ് ഒന്ന് ഓവർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ 2023 സ്കെച്ച് ദ റെലവൻസ് ഓഫ് റാഷണൽ ഓഫ് യുവർ റിസർച്ച്. നമ്മുടെ റിസർച്ചിന്റെ റാഷണലിന്റെ പ്രസക്തി എന്താണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അത് ഒന്നുകൂടെ നോക്കാം. ചോദ്യം ഒന്നാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം? ദി ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സ്റ്റഡിയിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. അതായത് ചരിത്രപരമായ സംഭവങ്ങൾ പഠിക്കുന്നതിലും വിശകലനം ചെയ്യുന്നതിലും, സ്റ്റഡി ചെയ്യുന്നതിലും അതുപോലെ തന്നെ വിശകലനം ചെയ്ത് വ്യാഖ്യാനിക്കുന്നതിലും ഒക്കെ ഒരു ചിട്ടയായ സമീപനമാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചിട്ടയായ സമീപനമാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അതായത് ചരിത്ര സംഭവങ്ങൾ പഠിക്കുമ്പോൾ മാത്രമല്ല, ചരിത്രത്തിന്റെ ഉറവിടങ്ങൾ സോഴ്സസ് പഠിക്കുമ്പോൾ, ചരിത്ര പ്രതിഭാസങ്ങൾ പഠിക്കുമ്പോൾ, ഫിനോമിന പഠിക്കുമ്പോൾ ഒക്കെ ഇതിനകത്ത് സോഴ്സ് ക്രിറ്റിസിസം ഉണ്ട്. നമ്മൾ എവിടെ നിന്നാണ് നമുക്കൊരു വിവരം കിട്ടിയത്, അതൊരു പുസ്തകത്തിൽ നിന്നാവാം, ഒരു നാണയത്തിൽ നിന്നാവാം, ഒരു പുരാവസ്തുവിൽ നിന്നാവാം, അല്ലെങ്കിൽ ആൾ പറഞ്ഞ ഇന്റർവ്യൂവിലൂടെ കിട്ടിയതാവാം. നമുക്ക് കിട്ടിയ ആ സോഴ്സിനെ വിമർശിച്ചുകൊണ്ട് വേണം സ്വീകരിക്കാൻ. സോഴ്സ് ക്രിറ്റിസിസം ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഒരു ശാസ്ത്രീയമായ രീതിയാണ്, ചിട്ടയായ രീതിയാണ്. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. സോ ഇവാലുവേറ്റിംഗ് ദ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഈ ചരിത്രപരമായ ഉറവിടങ്ങളുടെ വിശ്വസനീയത, അതുപോലെ തന്നെ വിശ്വസനീയതയും ആശ്രയിക്കാൻ കഴിയുന്ന അവസ്ഥയും, അതൊക്കെ നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുകയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ചെയ്യുന്നത്. ദെൻ കോണ്ടെക്സ്ച്വലൈസേഷനും കൂടിയുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ ഈവന്റ് ഓക്കേഴ്സ്. ആ പ്രത്യേക സംഭവം നടന്ന ചരിത്ര പശ്ചാത്തലത്തെ കൂടി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ ഇവന്റിനെ നടന്ന ആ കോണ്ടെക്സ്റ്റിനെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് ഫിനോമിന. അതുപോലെ തന്നെ കോണ്ടെക്സ്ച്വലൈസേഷൻ കഴിഞ്ഞ മൂന്നാമത്തേത് ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം. അനലൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു ഡ്രോ കൺക്ലൂഷൻസ്. ചരിത്രപരമായ ഡാറ്റാനെ നമ്മൾ കൺക്ലൂഷൻസ്, അന്തിമ നിഗമനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നത്, ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെ ഭാഗമാണ്. സോഴ്സ് ക്രിറ്റിസിസവും കോണ്ടെക്സ്ച്വലൈസേഷൻ, ഇന്റർപ്രിട്ടേഷനും ഒക്കെ. ഇനി ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് സമീപനം. ആദ്യം തിയറി ഉണ്ടാക്കും, ആദ്യം തന്നെ ഉദാഹരണങ്ങൾ നോക്കിയതിന് ശേഷം അവസാനം എല്ലായിടത്തും ഒരുപോലെയാണ് കാര്യങ്ങളെങ്കിൽ അവസാനം അതനുസരിച്ച് തിയറി ലാസ്റ്റ് ഉണ്ടാക്കുകയല്ല. മറിച്ച് എങ്ങനെയാണ്, ആദ്യം ഒരു തിയറി ഉണ്ടാക്കും, അതൊരു ജനറൽ തിയറി ആയിരിക്കും. ആ ജനറൽ തിയറിനെ നമ്മൾ പറയുന്ന പേര് ഹൈപ്പോത്തസിസ് എന്നാണ്. എന്നിട്ട് ആ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്ത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എവിഡൻസും വെച്ച് ടെസ്റ്റ് ചെയ്യും. ഈ എവിഡൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ് അഗൈൻസ്റ്റ് എംപിരിക്കൽ എവിഡൻസ്, അനുഭവാസ്പദമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് കൺഫേം ചെയ്യണമെങ്കിൽ കൺഫേം ചെയ്യാം, ഓക്കെ നമ്മൾ ഉണ്ടാക്കിയ തിയറി ശരിയാണല്ലോ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന്, അല്ലെങ്കിൽ തള്ളിക്കളയെങ്കിൽ തള്ളിക്കളയാം, നമ്മളുണ്ടാക്കിയ തിയറി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യഥാർത്ഥ വസ്തുക്കളോട് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് റിജക്ട് ചെയ്യാം. അങ്ങനെ തിയറി ഡ്രിവൺ ആയിട്ടുള്ള ഒരു രീതിയാണ്, മെത്തേഡാണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ ഡിഡക്റ്റീവ് മെത്തേഡ് സ്റ്റാർട്ട്സ് വിത്ത് എ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഓർ ഹൈപ്പോത്തസിസ്, ദെൻ ലോജിക്കൽ ഇൻഫറൻസ് ഉണ്ട്, കൺക്ലൂഷൻസ് അവസാനം നമ്മൾ എത്തിച്ചേരും. ആ ലോജിക്കൽ ആയിട്ടുള്ള ഇൻഫറൻസ്, നിഗമനങ്ങൾ ഒരു പൊതു തത്വത്തിലാണ് ആധാരമാക്കിയാണ് നിൽക്കുക. സോ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കലുണ്ട്. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, എംപിരിക്കൽ എവിഡൻസിന്റെ ബേസിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് തിയറി ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇങ്ങനെ ആണ് അതിന്റെ തിയറി ബേസ് ഉണ്ടാക്കുന്നത്. ഡെവലപ്പിംഗ് ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻസ്
അതുപോലെ തന്നെ ദിസ് മെത്തേഡ് എനേബിൾസ് ഹിസ്റ്റോറിയൻസ് ടു ഡെവലപ്പ് എക്സ്പ്ലനേഷൻസ് ഫോർ ഹിസ്റ്റോറിക്കൽ ഫിനോമിന. ചരിത്ര സംഭവങ്ങൾക്ക് വിശദീകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ രീതി ചരിത്രകാരന്മാരെ സഹായിക്കുന്നു. ബേസ്ഡ് ഓൺ തിയറട്ടിക്കൽ പ്രിൻസിപ്പിൾസ്, സൈദ്ധാന്തികമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ 2022 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓവർവ്യൂ ഓഫ് ആർട്ടിക്കിൾസ് വൈൽ റൈറ്റിംഗ് സിനോപ്സിസ്. ഒരു സിനോപ്സിസ് എഴുതുമ്പോൾ, ഒരു ലഘുകുറിപ്പ് പോലെ എഴുതുമ്പോൾ ആർട്ടിക്കിൾസ് ഒന്ന് മൊത്തത്തിലൊന്ന് ഓവർവ്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്, സമഗ്രമായ ഒന്ന് ഓടിച്ചു നോക്കൽ ആവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം എങ്ങനെയാണ്? കോണ്ടെക്സ്ച്വലൈസിങ് ദ റിസർച്ച്, റിസർച്ചിനെ സന്ദർഭത്തിനിണക്കുക എന്നുള്ളത്. പ്രൊവൈഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓൺ ദ റിസർച്ച് ടോപ്പിക്. കാരണം റിസർച്ച് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ടോപ്പിക്കിൽ നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് പഠനം നടന്നത് എന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും കൂടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതാണ് കോണ്ടെക്സ്ച്വലൈസിങ് എന്ന് പറഞ്ഞാൽ. റിസർച്ചിനെ കോണ്ടെക്സ്ച്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസർച്ച് പേപ്പറിൽ ആദ്യം തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ടോപ്പിക്കിൽ നൽകണം എന്നുള്ളതാണ്. ഇനി ഐഡന്റിഫൈയിങ് ഗ്യാപ്സ്, ചിലപ്പോൾ ഹൈലൈറ്റിംഗ് ഏരിയാസ് ദാറ്റ് റിക്വയർ ഫർദർ റിസർച്ച്. പൂർണ്ണമായും നമ്മൾ സമഗ്ര പഠനമൊന്നും നടത്തിയിട്ടുണ്ടാവില്ല. ചില മേഖലകൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് തിരിച്ചറിയുക, ഹൈലൈറ്റ് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. അതാണ് ആർട്ടിക്കിൾ ഓവർവ്യൂവിന്റെ പർപ്പസ് അതാണ്. സിനോപ്സിസ് എഴുതുമ്പോൾ അതുകൂടി എഴുതണം. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് റെലവൻസ്, ഇതിന്റെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അതായത് സിഗ്നിഫിക്കൻറ്റ്, പ്രാധാന്യം, നമ്മുടെ റിസർച്ചിന്റെ പ്രാധാന്യം എന്താണെന്ന് കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ഇത് മൂന്നും സിനോപ്സിസ് എഴുതുമ്പോൾ അതിന്റെ ഉദ്ദേശം അതൊക്കെയാണ്. സിനോപ്സിസ് എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണ്? റിസർച്ച് പേപ്പറുകൾ, ആർട്ടിക്കിളുകൾ എഴുതും മൊത്തത്തിൽ ഓവർവ്യൂ ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ്. ഇനി 2023 രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ആണ് മറുവശത്ത് കാണുന്നത് യെല്ലോ ഷെയ്ഡ് ഇരിക്കുന്ന ചോദ്യം, റെലവൻസ് ഓഫ് റാഷണൽ ഓഫ് യുവർ റിസർച്ച്. നമ്മുടെ റിസർച്ചിന്റെ റാഷണൽ, അതിന്റെ യുക്തിപരത അത് എത്രമാത്രമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം നോക്കാം. ദ റാഷണൽ ഓഫ് യുവർ റിസർച്ച് ജസ്റ്റിഫൈസ് ദ റിസർച്ച്. നമ്മുടെ റിസർച്ചിനെ ന്യായീകരിക്കുന്നു. നമ്മുടെ റിസർച്ച് ശരിയാണ് എന്ന്, യുക്തിഭദ്രമാണ് എന്ന് ന്യായീകരിക്കുന്നു. എക്സ്പ്ലെയിൻസ് വൈ ദ റിസർച്ച് ഈസ് നെസസറി ആൻഡ് റിലവൻറ്റ്. എന്തുകൊണ്ട് നമ്മുടെ റിസർച്ച് ആവശ്യമായി വന്നു എന്ന് പറയുന്നു, അതിന്റെ കാര്യകാരണങ്ങൾ പറയുന്നു. അതാണ് റിസർച്ചിന്റെ ആവശ്യം എന്ത് എന്ന് തന്നെ ന്യായീകരിക്കുന്നു. 2, എസ്റ്റാബ്ലിഷ് സിഗ്നിഫിക്കൻസ്. അതാണ് റെലവൻസ് എന്ന് പറഞ്ഞാൽ പ്രസക്തിയാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ യുക്തി എന്താണ്? നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യം എന്തുണ്ടായി എന്നതാണ്. സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഡെമോൺസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം തന്നെയാണ്. ആൻഡ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ദ റിസർച്ച്, റിസർച്ച് കൊണ്ടുണ്ടാകുന്ന ആ ഇമ്പാക്ട് എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യമല്ല, മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് ഹൈപ്പോത്തിസിസ്. മൂന്നാമത്തെ ചോദ്യം തന്നെയാണ്. നെഗറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന കോൺസെപ്റ്റ് എന്താണ്? 2023 ചോദിച്ചിരിക്കുന്നു. അതേസമയം 2022 ചോദിച്ചിരിക്കുന്നു സിഗ്നിഫിക്കൻസ് ഓഫ് എത്തിക്സ് ഇൻ റിസർച്ച്. റിസർച്ചിലെ എത്തിക്സിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം 2022 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എത്തിക്സിന്റെ പ്രാധാന്യം എന്ന് നോക്കാം നമുക്ക്. എത്തിക്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ റിസർച്ച്. റിസർച്ചിൽ ഒരു നിർണായകമായ പങ്കാണ് ഈ ധാർമ്മിക ബോധത്തിനുള്ളത്. അതായത് പ്രൊട്ടക്റ്റിംഗ് പാർട്ടിസിപ്പൻസ്, ആ റിസർച്ചിൽ പങ്കെടുത്തിരിക്കുന്ന ആ പങ്കെടുത്ത വ്യക്തികളെ സംരക്ഷിക്കുന്നു. എൻഷുറിംഗ് ദ വെൽ ബീയിങ് ആൻഡ് റൈറ്റ് ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ്. റിസർച്ച് പാർട്ടിസിപ്പൻസിന്റെ വെൽ ബീയിങ്ങും അതുപോലെ തന്നെ അവകാശങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു എത്തിക്സ് ആണ്. റിസർച്ചിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ദോഷമൊന്നും ഉണ്ടാവരുത് റിസർച്ച് കൊണ്ട്, അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് റിസർച്ചിന്റെ ധാർമ്മികതയാണ്. 2, മെയിൻറ്റെയിനിങ് ഇന്റഗ്രിറ്റി. അതായത് വേറൊരു ധാർമ്മികത, നമ്മൾ റിസർച്ച് തയ്യാറാക്കുമ്പോൾ ഒരു സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അപ്ഹോൾഡിങ് അക്കാദമിക് ഇന്റഗ്രിറ്റി. ഏതൊരു പഠന വിഷയവും അക്കാദമികമായി സ്കൂൾ, കോളേജ്, സർവകലാശാല പഠന തലത്തിന് വേണ്ടിയിട്ട് റിസർച്ച് തയ്യാറാക്കുമ്പോൾ അത് വളരെ സത്യസന്ധമായി തന്നെ ചെയ്യുക. ആൻഡ് അവോയ്ഡിങ് പ്ലാജിറിസം. വേറെ എവിടെന്നെങ്കിലുമൊക്കെ ചോർന്ന് കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ തട്ടിയെടുത്ത ഇൻഫർമേഷൻസ് എഴുതിക്കുന്നതിന് മോഷണമെന്നാണ്, സാഹിത്യത്തിലെ മോഷണം എന്നാണ് പറയുന്നത്. അതിനെയാണ് പറയുന്ന മറ്റൊരു വാക്കാണ് പ്ലാജിറിസം. ആ പ്ലാജിറിസം അവോയ്ഡ് ചെയ്യുക. 3, പ്രൊമോട്ടിംഗ് ട്രസ്റ്റ്. വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക. ഫോസ്റ്ററിംഗ് ട്രസ്റ്റ് ഇൻ റിസർച്ച് ഫൈൻഡിങ്സ്. റിസർച്ചിന്റെ ഫൈൻഡിങ്സിൽ ട്രസ്റ്റ് നമ്മൾ ഫോസ്റ്റർ ചെയ്യുക. ആൻഡ് ദ റിസർച്ച് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ റിസർച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് റിസർച്ച് സമുദായം, അതിനെയും ട്രസ്റ്റ്, വിശ്വാസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി ഇപ്പൊ നെഗറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളതാണല്ലോ 2023 അതേസമയം മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്?
നോക്കാം. എ നെഗറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ്. എന്തൊരു ഫലമാണോ നമ്മൾ പ്രതീക്ഷിക്കാത്തത് അതിനെയാണ് പ്രസ്താവനയായി പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയണമല്ലോ, ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമല്ലോ. പക്ഷെ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് അവിടെ നെഗറ്റീവ് ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഇന്ന ഫലം ഉണ്ടാകുമെന്നല്ല, ഇന്ന ഫലം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കല്പ സിദ്ധാന്തം, ആ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമുക്കറിയാം. അത് തെളിഞ്ഞു കഴിഞ്ഞിട്ട് വേണം, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനെ തിയറിയാക്കി മാറ്റാൻ. ആദ്യം ഒരു സങ്കല്പ സിദ്ധാന്തം അഥവാ ഹൈപ്പോത്തസിസിന്റെ റോള് മാത്രമേ ഉള്ളൂ, അതാണ്. പക്ഷെ നെഗറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ അത് പറയുന്നു അതൊരു എന്താണോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലം അതിനെയാണ് പ്രസ്താവനയായി പറയുന്നത്. നെഗറ്റീവ് ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസും വേറെയാണ്. നൾ ഹൈപ്പോത്തസിസ് H0 എന്നറിയപ്പെടുന്ന അതല്ല നെഗറ്റീവ് ഹൈപ്പോത്തസിസ്. ഇനി പ്രപ്പോസസ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ഓർ ഇഫക്റ്റ്. അതായത് ഈ കാര്യത്തിന് ഗണ്യമായ ബന്ധമോ ഇഫക്റ്റോ ഇല്ല എന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതാണ്. അതായത് മഴയും വിളവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് വെക്കുക. അതാണ് ബന്ധവുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. നമ്മുടെ ഹൈപ്പോത്തസിസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതാണ് ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ഓർ ഇഫക്റ്റ്, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ള ബന്ധമില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് അതിന് വലിയ ഫലമില്ല എന്ന് പറയുന്ന ഒരു രീതിയാണത് കേട്ടോ. അപ്പോൾ വേറൊന്ന്, രണ്ട്, ടെസ്റ്റ് ഫോർ ആബ്സെൻസ് ഓഫ് ഇഫക്റ്റ്. ഇഫക്റ്റ് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്, അല്ലാണ്ട് അത് നമ്മൾ ടെസ്റ്റ് നടത്തി അത് ഉണ്ട് എന്ന് തെളിയിക്കാനല്ല. അതാണ് നെഗറ്റീവ് ഹൈപ്പോത്തസിന്റെ പ്രത്യേകത. ടെസ്റ്റ് നടത്തുന്നത് പോലും ഇഫക്റ്റ് ഇല്ല എന്ന്, ഇഫക്റ്റിന്റെ ആബ്സെൻസ് തെളിയിക്കാനാണ്. ഇറ്റ് എയിംസ് ടു ഡിസ്പ്രൂവ് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിനെ ഡിസ്പ്രൂവ് ചെയ്യാനാണ് അത് ലക്ഷ്യമിടുന്നത്, വിയോജിപ്പ് കാണിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി നാലാമത്തെ ചോദ്യം 2022 ചോദിച്ചിരിക്കുന്നത് ഇതാണ്: ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇമ്പീരിയൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അത് ബ്രിട്ടനാണ് നമ്മളെ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് രാജകൊട്ടാരം അല്ലെങ്കിൽ രാജ്ഞിയുടെ, അതിനെയാണ് ഇമ്പീരിയൽ എന്ന് പറയുന്നത്. അതിന്റെ രേഖകൾ സൂക്ഷിക്കുന്ന ഒരു വകുപ്പ് ഇമ്പീരിയൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിക്കുന്നതാണ് പറയുക. ഇമ്പീരിയൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് IRD വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ ഇയറ. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് അത് ഇന്ത്യയിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത്. റെക്കോർഡ് കീപ്പിങ്ങും മറ്റുമായിരുന്നു അതിന്റെ പ്രധാന ഉത്തരവാദിത്തം. ഒഫീഷ്യൽ റെക്കോർഡുകൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സൂക്ഷിക്കുക. രണ്ട്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെക്കോർഡുകൾ നമുക്ക് ഇന്ത്യയുടെ കൊളോണിയൽ ഭൂതകാലത്തെക്കുറിച്ച് അമൂല്യമായ വിവരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പോർട്ടൻസ് പറയാം. ഈ ഇമ്പീരിയൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് IRD ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലത്ത് വലിയ വിവരങ്ങൾ നൽകുന്നതിനും ഭരണകാര്യങ്ങൾക്കും നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇമ്പീരിയൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. നാലാമത്തെ ചോദ്യം, എക്സാമിൻ ദ വർക്ക്സ് ഓഫ് ആന്റണി ബ്രണ്ട്. ആന്റണി ബ്രണ്ടേജിന്റെ കൃതികൾ എന്തൊക്കെയാണ് പറയുക. അസ്യൂമിങ്, അതായത് ആന്റണി ബ്രണ്ടേജ് എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ 4 പുസ്തകങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റണി ബ്രണ്ടേജിന്റെ ആ 4 പുസ്തകങ്ങൾ ഈ റിസർച്ച് പേപ്പറുകളെ സംബന്ധിച്ച് തന്നെയാണ്. അത് നമുക്ക് അടുത്ത ഇതിലിടുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ ക്രോണിക്കിൾ? ക്രോണിക്കിൾ എന്താണ്? നാൾവഴി ചരിത്രം ആണല്ലോ. ആദ്യം നടന്ന സംഭവം ആദ്യം, പിന്നെ നടന്നത് പിന്നെ, അങ്ങനെ ആദ്യം നാൾക്ക് നാളെ വഴിക്ക് വഴിയെ ഒരു സംഭവത്തെ റെക്കോർഡ് ചെയ്യുന്നതാണ് ക്രോണിക്കിൾ എന്ന് പറയുന്നത്. എ ക്രോണിക്കിൾ ഈസ് എ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് നാൾവഴി ചരിത്രത്തിൽ ഓരോ സംഭവം അതിന്റെ ഓർഡറിൽ രേഖപ്പെടുത്തുന്നതാണ് ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ചരിത്രപരമായ വിവരണമായിരിക്കും, പക്ഷേ ക്രോണിക്കിളിൽ ഉണ്ടാവുക. ക്രോണിക്കിൾ പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ചരിത്ര സംഭവങ്ങളുടെ വിശദമായ വിവരണം ഉണ്ടാകും ക്രോണിക്കിളിൽ. അതിനൊരു ടൈം ലൈൻ ഉണ്ടാകും ക്രോണിക്കിളിൽ. അതുപോലെ തന്നെ പ്രൈമറി സോഴ്സ് ആയിരിക്കും. ക്രോണിക്കിൾസ് ക്യാൻ സെർവ് ആസ് എ പ്രൈമറി സോഴ്സ് ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. നമുക്ക് നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒന്നായിരിക്കും ക്രോണിക്കിൾ. 2023 അതേസമയം ചോദിച്ചിരിക്കുന്നു, ഇവാലുവേറ്റ് ദ നേച്ചർ ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. നോൺ കൺവെൻഷണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമല്ലാത്ത ഉറവിടങ്ങളുടെ സ്വഭാവം. അത് അൺട്രഡീഷണൽ മെറ്റീരിയൽസ് ആയിരിക്കും. അതായത് ട്രഡീഷണൽ ഡോക്യുമെന്റ് റൈറ്റിംഗ് ഒന്നും ആയിരിക്കില്ല, പരമ്പരാഗതമായതൊന്നും ആയിരിക്കില്ല. അതായത് ഉദാഹരണം പറയാം, ഓറൽ ഹിസ്റ്ററി അല്ലേ, ചില ആൾക്കാർ പറഞ്ഞ വാമൊഴി ചരിത്രം, ഇമേജസ്, ബിംബങ്ങൾ, ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്റ്റുകൾ,
ഇനി ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ആയിരിക്കും, ഒരൊറ്റ കാഴ്ചപ്പാടായിരിക്കില്ല. ഓഫർ യൂണിക് ഇൻസൈറ്റ്സ്, പലരുടെയും പല കാഴ്ചപ്പാടായിരിക്കും. ഓഫർ യൂണിക് ഇൻസൈറ്റ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്.